നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് കുറുമാലി പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട ടോറസ് ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞു. മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ ബദൽ റോഡ് ഒരുക്കാതെയുള്ള അടിപ്പാതയുടെ നിർമ്മാണം തടഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. 5 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. വീട്ടുമുറ്റത്ത് നിന്നിരുന്ന യുവതിയുടെ 5.5 പവന്റെ താലിമാല കവർന്നു. ഇരിങ്ങാലക്കുട ചേലൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വിദ്യാഭ്യാസവും അതിലൂടെ നേടിയെടുക്കുന്ന തൊഴിലും പ്രധാനപ്പെട്ടതാണെന്ന് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി. പുതുക്കാട് മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെയും സേവനങ്ങളുടെയും അവലോകന യോഗം ചേർന്നു. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കൊടകര GLP സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയും ചലച്ചിത്ര നടി ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയുമായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, മായ ശിവദാസൻ, ആതിര ദേവരാജൻ, KP ജെയിംസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മുകുന്ദൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ, സംഘാടക സമിതി ജനറൽ കൺവീനർ M സുധീർ എന്നിവർ സംസാരിച്ചു. കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. KK രാമചന്ദ്രൻ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇവിടെ ഈ ഒരു ഉപജില്ലാ കലോത്സവത്തിൽ തന്നെ ഞാൻ ടീച്ചർമാരോട് ചോദിച്ചപ്പോൾ ഏകദേശം 5000 കുട്ടികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് പ്രൗഡായിട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ ഡാൻസ് കളിക്കുന്നതാണെന്നുള്ളത് വാർത്തെടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടൊരു വലിയ മൊമെന്റ് തന്നെയാണ്. അതാണ് രണ്ടാമത്തെ റീസൺ. പുതുക്കാട് കുറുമാലി പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട ടോറസ് ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞു. ദേശീയപാതയുടെ സംരക്ഷണ തൂണുകൾ തകർത്ത് 20 അടിയോളം താഴ്ചയിലേക്കാണ് ലോറി മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച പുലർച്ചെയാണ് അപകടം. തീരദേശ ഹൈവേ നിർമ്മാണത്തിനായി ചെങ്ങാലൂരിലേക്ക് മണ്ണെടുക്കാൻ വന്നതായിരുന്നു ടോറസ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. പുറകിൽ വന്നിരുന്ന ടോറസ് ലോറിക്കാരാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ ബദൽ റോഡ് ഒരുക്കാതെ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു വശത്ത് ദേശീയപാതയിലേക്കുള്ള പ്രവേശനം അടയ്ക്കുകയും സർവീസ് റോഡ് വഴി ഗതാഗതം തിരിച്ചുവിട്ട ശേഷം ചൊവ്വാഴ്ച രാവിലെ നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമമാണ് തടഞ്ഞത്. പൂർണ്ണമായി സർവീസ് റോഡ് നിർമ്മിച്ച് വാഹന ഗതാഗതത്തിന് ബദൽ സംവിധാനം ഒരുക്കിയ ശേഷം മാത്രമേ അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ എന്നാണ് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചിരുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത പറഞ്ഞു. റോഡിന്റെ 2 വശത്തെയും സർവീസ് റോഡുകൾ പൊളിച്ചിട്ട് 3 മാസത്തോളമായിട്ടും റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ തയ്യാറാവാതെ അടിപ്പാത നിർമ്മാണം ആരംഭിച്ചാൽ നടക്കുവാൻ പോലും സാധിക്കാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥയാണ്. നിർമ്മാണ കമ്പനിക്ക് തോന്നിയ പോലെയാണ് നിർമ്മാണ ജോലികൾ നടത്തുന്നത്. പലയിടത്തും അശാസ്ത്രീയമായ നിർമ്മാണ ജോലികളാണ് നടക്കുന്നത്. കുറെ കാനകൾ നിർമ്മിക്കുകയും കുറച്ചു കഴിയുമ്പോൾ അത് പൊളിച്ച് വേറെ നിർമ്മിക്കുന്ന തരത്തിലാണ് നിർമ്മാണ ജോലികൾ നടന്നുവരുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് C. വിനോദ്, സെക്രട്ടറി തോമസ് പൈനാടത്തിന്റെയും നേതൃത്വത്തിലാണ് നിർമ്മാണ ജോലികൾ തടയുകയും പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു വരുത്തുകയുമായിരുന്നു. പ്രസിഡന്റ് MS സുനിത, വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ PP പരമേശ്വരൻ എന്നിവർ സ്ഥലത്തെത്തി നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം ദേശീയപാതയിലേക്കുള്ള പ്രവേശനം
ദേശീയ പാതയിലേക്കുള്ള പ്രവേശനം അടച്ചുകെട്ടിയത് മാറ്റുകയും ബദൽ റോഡ് 2 വശത്ത് പൂർണ്ണമായി നിർമ്മിച്ച ശേഷം മാത്രം അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അസോസിയേഷൻ ഭാരവാഹികളായ പോൾസൺ കരേടൻ, പൗലോസ് വെളിയത്ത്, GD ജോസ് തുടങ്ങിയവരും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ 2 മണിക്കൂർ നേരം നടത്തിയ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് എത്രയും വേഗം ബദൽ സംവിധാനം ഒരുക്കിയ ശേഷം നിർമ്മാണം ആരംഭിക്കാമെന്ന് സമ്മതിക്കുകയായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. 5 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. രാമവർമ്മപുരത്തെ ബേലീഫ്, കിഴക്കേക്കോട്ടയിലെ നവ്യ റെസ്റ്റോറന്റ്, കൊക്കാലയിലെ നാഷണൽ സ്റ്റോർ, പൂങ്കുന്നത്തെ അറേബ്യൻ ട്രീറ്റ്, പടിഞ്ഞാറേക്കോട്ടയിലെ കിങ്സ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് ദിവസങ്ങൾ പഴക്കമുള്ള ഭക്ഷണം പിടികൂടിയത്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. 4 സ്ക്വാഡുകളായി തിരിഞ്ഞ് 34 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. 21 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. 5 ഹോട്ടലുകൾക്ക് പിഴ അടപ്പിച്ചു. തൃശൂരിലെ ഹോട്ടലുകളിൽ പരിശോധന ശക്തമാക്കുമെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. ആഴ്ചയിൽ 2 ദിവസം പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂരിലെ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാനെത്തുന്ന ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഏതു വമ്പൻ ഹോട്ടലുകളായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും മേയർ പറഞ്ഞു. ശതമാനം പരിശോധന ശക്തമാക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഇപ്പോൾ ഇവിടെ പിടിച്ചെടുത്തിട്ടുള്ളത് മനസ്സിലാക്കും. കാരണം നമുക്കറിയാം, നമ്മുടെ സ്ക്വാഡ് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറായി. ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ഈ സ്ക്വാഡ് ഇറക്കാനാണ് തീരുമാനിക്കുന്നത്. എല്ലാ ആഴ്ചയിലും 2 ദിവസം നിർബന്ധമായിട്ടും ഈ സ്ക്വാഡ് പ്രവർത്തിക്കും. കാരണം ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. അത് കോർപ്പറേഷൻ്റെ പരിധിയിൽ ആ ഒരു വിഷയത്തിനകത്ത് എത്ര വലിയ കൊമ്പൻ ഹോട്ടലായാലും കുഴപ്പമില്ല, ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ല. കാരണം അവർക്ക് കൊടുക്കുന്നത് ഹൈജീൻ ഉള്ള ഭക്ഷണം കൊടുക്കാൻ നിർബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഞങ്ങളിപ്പോൾ പുതിയൊരു സ്കീം ഉണ്ടാക്കാൻ പോവുക. എല്ലാ ഹോട്ടലുകൾക്കും അടിയന്തരമായിട്ട് അവരുടെ ടോയ്ലറ്റ് സംവിധാനം, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയും. വീട്ടുമുറ്റത്ത് നിന്നിരുന്ന യുവതിയുടെ 5.5 പവന്റെ താലിമാല കവർന്നു. ഗുരുവായൂർ തെക്കേ നടയിൽ പുളിയശ്ശേരി ലജീഷിന്റെ ഭാര്യ സിന്ധുവിന്റെ മാലയാണ് കവർന്നത്. ബുധനാഴ്ച രാവിലെ 6:30ഓടെയായിരുന്നു സംഭവം. വീടിന് പുറകിൽ അരി കഴുകുകയായിരുന്ന സിന്ധുവിന്റെ പുറകിലൂടെ എത്തിയ മോഷ്ടാവ് മാല തലയിലൂടെ അഴിച്ചെടുത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവർ ഭയന്ന് നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല. മോഷ്ടാവ് മുഖം മറച്ചിരുന്നതായി ഇവർ പറഞ്ഞു. ഇവരുടെ തൊട്ടടുത്തുള്ള 2 വീടുകളിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട്. പൊന്നരാശ്ശേരി മണികണ്ഠൻ, മനയിൽ രഘുനാഥ് എന്നിവരുടെ വീടുകളിലാണ് മോഷണ ശ്രമം നടന്നത്. ഇരിങ്ങാലക്കുട ചേലൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. മതിലകം സ്വദേശി പൊന്നാമ്പടിക്കൽ പരേതനായ അബ്ദുൾ ഖാദറിന്റെ മകൻ 43 വയസ്സുള്ള സത്താർ, പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി പഴമ്പിള്ളി വീട്ടിൽ 55 വയസ്സുള്ള അനിൽകുമാർ എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. സത്താറിന്റെ കൂടെ ബൈക്കിലുണ്ടായിരുന്ന മതിലകം സ്വദേശി വഞ്ചിപ്പുര 25 വയസ്സുള്ള ഗോഡ്സന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ത്രീത്വത്തിന്റെ അന്തസ്സ് ഉയർത്താൻ ഉന്നത വിദ്യാഭ്യാസവും അതിലൂടെ നേടിയെടുക്കുന്ന തൊഴിലും പ്രധാനപ്പെട്ടതാണെന്ന് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെയും ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ലിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. MBA പഠനത്തിന് കൂടുതൽ പെൺകുട്ടികൾ ചേരുന്ന പ്രവണത സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരാനുള്ള അവരുടെ അധ്വാനത്തെയും സമത്വപൂർണമായ സമൂഹ നിർമ്മിതിയിലുള്ള അവരുടെ താൽപര്യത്തെയും കാണിക്കുന്നു എന്ന് അഡ്വക്കേറ്റ് സതീദേവി വ്യക്തമാക്കി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, ഫാക്കൽറ്റി കോർഡിനേറ്റർ പ്രൊഫസർ ദീപ്തി കുമാർ, സ്റ്റുഡൻസ് കോർഡിനേറ്റർ കെയറിൻ ജോഷി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. അത് പടിപ്പടിയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക വിദ്യ രംഗത്തുള്ള പഠനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി പെൺകുട്ടികൾ കൂടി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം സൃഷ്ടിക്കപ്പെടുകയാണ്.
പുതുക്കാട് മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെയും സേവനങ്ങളുടെയും അവലോകന യോഗം കെ രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ ചേർന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, DPM ഡോക്ടർ P സജീവ് കുമാർ, ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷീജ, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് H, പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ KG ശിവരാജൻ, വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാർ, PROമാർ, വിവിധ നിർമ്മാണ പ്രവൃത്തികളുടെ നിർവഹണ ഏജൻസി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 179 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് കെട്ടിടം ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കും. 325 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയം ഫെബ്രുവരിയോടെ പൂർത്തിയാകും. മുപ്ലിയം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരണ പ്രവൃത്തികളും ലാബ് നിർമ്മാണവും പൂർത്തീകരിച്ച് ഡിസംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യും. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആയിരുന്ന മട്ടത്തൂർ ആശുപത്രിയെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തും. ആയതിന്റെയും നിർമ്മാണം പുരോഗമിക്കുന്ന OP കെട്ടിടത്തിന്റെയും നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാക്കും. വല്ലച്ചിറ ആരോഗ്യ കേന്ദ്രത്തിൽ NHM ഡോക്ടറുടെ സേവനം നിലവിൽ ആഴ്ചയിൽ 3 ദിവസം എന്നത് 6 ദിവസമാക്കി ഉയർത്താൻ നടപടി സ്വീകരിക്കും. ബ്ലോക്ക് പ്രതിരോധ യൂണിറ്റ് മട്ടത്തൂർ ആരോഗ്യ കേന്ദ്രത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായി എപ്പിഡെമിയോളജിസ്റ്റ്, ഡാറ്റ മാനേജർ, ലാബ് ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും DPM ഡോക്ടർ സജീവ് കുമാർ അറിയിച്ചു. ആറാട്ടുപുഴ മുപ്ലിയം സബ് സെന്ററുകളുടെ നിർമ്മാണത്തിനായി 55.5 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ടെന്നും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. കുണ്ടായി സബ് സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചതായും MLA അറിയിച്ചു. അളഗപ്പ നഗർ സബ് സെന്റർ നിർമ്മാണം പുരോഗമിക്കുന്നതായി യോഗം വിലയിരുത്തി. പുതുക്കാട് സബ് സെന്റർ, വരാക്കര സബ് സെന്റർ, തൃക്കൂർ പഞ്ചായത്ത് സബ് സെന്റർ എന്നിവയുടെ നിർമ്മാണ അനുമതി ഉടൻ ലഭ്യമാക്കുന്നതിനും നിർമ്മാണം ആരംഭിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. തലൂർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവന്ദനം നടത്തി. വിദ്യാലയത്തിൽ 1 ശതാബ്ദ കാലയളവിൽ സേവനം ചെയ്ത് വിരമിച്ച അധ്യാപകരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ദേവമാത കോർപ്പറേറ്റ് പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശതാബ്ദി കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ, വാർഡ് മെമ്പർ ട്രീസ ബാബു, PTA പ്രസിഡന്റ് KB പ്രദീപ്, OSA പ്രസിഡന്റ് TT ജോൺസൺ, അധ്യാപക പ്രതിനിധി KC അനീറ്റ, സ്കൂൾ ലീഡർ ജെറിഡ് ജസ് ജെയിൻ, പ്രധാന അധ്യാപിക ലിയ റാഫേൽ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 50 രൂപ കൂടി. ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് കുറുമാലി പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട ടോറസ് ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞു. മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ ബദൽ റോഡ് ഒരുക്കാതെയുള്ള അടിപ്പാതയുടെ നിർമ്മാണം തടഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. 5 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. വീട്ടുമുറ്റത്ത് നിന്നിരുന്ന യുവതിയുടെ 5.5 പവന്റെ താലിമാല കവർന്നു. ഇരിങ്ങാലക്കുട ചേലൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു.
വിദ്യാഭ്യാസവും അതിലൂടെ നേടിയെടുക്കുന്ന തൊഴിലും പ്രധാനപ്പെട്ടതാണെന്ന് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. പുതുക്കാട് മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെയും സേവനങ്ങളുടെയും അവലോകന യോഗം ചേർന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.